എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 27-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് നാളെ കടുത്ത ചൂടിന് സാധ്യത എന്നും ജാഗ്രതാ മുന്നറിയിപ്പും ഉണ്ട് എന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. സാധാരണ ഗതിയിൽ ഉള്ള ചൂടിനേക്കാൾ 4 ഡിഗ്രി വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ ആവശ്യമായ മുൻകരുതലുകൾ എടുത്ത് മാത്രം പുറത്ത് ഇറങ്ങുക. പാലക്കാട് താപനില 40 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാം. കൊല്ലത്തും ഉയർന്ന ഡിഗ്രിയിലേക്ക് ഉയരും. കോട്ടയം, പത്തനംതിട്ട, തൃശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ 38 ഡിഗ്രി സെൽഷ്യസ് ചൂടുണ്ടാകും. ആലപ്പുഴ, എറണാകുളം, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ 37 ഡിഗ്രി വരെയും ഉയരാനുള്ള സാധ്യതയുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ 36 ഡിഗ്രി വരെയും ചൂടുണ്ടാകും. വേനൽ കടുത്തതോടെ വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നതിനെ തുടർന്ന് പുറത്തുനിന്നും വൈദ്യുതി വാങ്ങാൻ KSEB റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി കിട്ടി. അടിയന്തര സാഹചര്യം പരിഗണിച്ചാണ് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി ലഭിച്ചത്. പരമാവധി 250 മെഗാവാട്ട് വൈദ്യുതി വരെ വാങ്ങാം. വൈദ്യുതി വില യൂണിറ്റിന് 10 രൂപക്ക് താഴെയായിരിക്കണം. മെയ് 15 വരെയാണ് സമയപരിധി നൽകിയിട്ടുള്ളത്. 2026-27 സാമ്പത്തിക വർഷത്തെ 2026 ഏപ്രിൽ മാസം അവസാനിക്കാൻ പോവുകയാണ്. ഏപ്രിൽ മാസം അവസാനിച്ച് മെയ് മാസത്തിലേക്ക് കടക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണം മാറുക, അല്ലെങ്കിൽ ഒരു പുതിയ സർക്കാർ വരിക എന്നുള്ളത് തന്നെയാണ്. 2ാം പിണറായി സർക്കാരിന്റെ കാലം അവസാനിക്കുകയാണ്. ഇതിന്റെ മുന്നോടിയായുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ സംസ്ഥാനത്ത് ഏപ്രിൽ 9-ാം തീയതി പൂർത്തിയായി. ഇതിൽ തിരഞ്ഞെടുപ്പ് ഫലം വരുന്നത് മെയ് 4-ാം തീയതിയാണ്. മെയ് 4-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടി നമ്മളെ ആര് ഇനി ഭരിക്കും എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഈ മാസം അവസാനിച്ച് അടുത്ത മാസം തുടങ്ങുമ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഏപ്രിൽ 30-ന് മുമ്പ് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് റേഷന്റെ കാര്യം. കഴിഞ്ഞ 2 മാസം റേഷൻ വാങ്ങാത്തവരാണ് എങ്കിൽ ഈ മാസം തീർച്ചയായിട്ടും റേഷൻ വാങ്ങണം. മെയ് ഏപ്രിൽ മാസങ്ങളിലെ റേഷൻ ഒരുമിച്ചാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ മെയ് മാസം 31-ാം തീയതി വരെ, മെയ് 30 വരെ, മെയ് മാസം 31-ാം തീയതി ഞായറാഴ്ചയാണ്, മെയ് 30-ാം തീയതി വരെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഏപ്രിൽ മാസത്തെ റേഷൻ കൂടി വാങ്ങാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് തന്നെ റേഷൻ നഷ്ടപ്പെടുമെന്ന പേടി വേണ്ട. ഈ മാസം കഴിഞ്ഞാലും അടുത്ത മാസത്തിലും ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാം. പക്ഷേ കഴിഞ്ഞ 2 മാസങ്ങളിൽ റേഷൻ വാങ്ങാത്ത മഞ്ഞ, പിങ്ക്, നീല റേഷൻ കാർഡുകാരുണ്ട് എങ്കിൽ 3 മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തവരെ മുൻഗണനേതര വിഭാഗമായ വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്ന സാഹചര്യം ഉണ്ടാകും. അത് എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. മറ്റൊന്ന്, മെയ് മാസം കഴിഞ്ഞ് ജൂൺ മാസത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ സ്കൂളുകളിലേക്ക് കുട്ടികൾ പോവുകയാണ്, അല്ലെങ്കിൽ സ്കൂളുകൾ തുറക്കുകയാണ്. പുതിയ അഡ്മിഷനുകൾക്കും അതുപോലെ തന്നെ പ്രവേശന പരീക്ഷകളും വരികയാണ്. ആധാർ അപ്ഡേഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 5 വയസ്സിന് മുമ്പുള്ള കുട്ടികൾ ആധാർ എടുക്കുകയും 5 വയസ്സിന് ശേഷം ആധാർ പുതുക്കുകയും വേണം. 7 വയസ്സിനുള്ളിൽ നിർബന്ധമായും ബയോമെട്രിക് ചേർക്കേണ്ടതുണ്ട്. 15 വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള ആധാർ കാർഡ് 15 വയസ്സ് കഴിഞ്ഞാലും പുതുക്കേണ്ടതാണ്. ഈ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കുട്ടികൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ്, പ്രവേശന പരീക്ഷ, അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിലേക്ക് വരുന്ന പ്രവേശനത്തിന് എല്ലാം തടസ്സങ്ങൾ ഉണ്ടാകും. ആധാർ അപ്ഡേഷൻ കൃത്യമായിട്ട് ചെയ്യുക. ബയോമെട്രിക് ചേർക്കേണ്ട കുട്ടികളുടേത് ചേർക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയുമാണ്. 2024 ഡിസംബർ 31-ന് മുമ്പ് ലഭിച്ചിട്ടുള്ള ഈ ചലാനുകൾക്ക് 50% ഇളവോട് കൂടിയിട്ട് പിഴ അടക്കാനുള്ള ഒരു അവസരം ഈ മാസം 30 വരെയുണ്ട്. ഏപ്രിൽ 30 കഴിഞ്ഞാൽ അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 4 ദിവസങ്ങളിൽ ഈ കാര്യം ഉള്ളവർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്. ഇനി പെൻഷന്റെ കാര്യത്തിലേക്ക് വന്നാൽ ഏപ്രിൽ മാസത്തിൽ ഇനി ക്ഷേമ പെൻഷൻ ലഭിക്കില്ല. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ ലഭിക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ കഴിഞ്ഞ 2 മാസവും 20-ാം തീയതിക്ക് മുമ്പ് ലഭിച്ചു എങ്കിൽ ഈ മാസം 25 കഴിഞ്ഞിട്ടും അതിന്റെ വിതരണം ആരംഭിച്ചിട്ടില്ല. 26 കഴിഞ്ഞു. നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 30-ന് മുമ്പ് എന്തായാലും വിതരണം ഉണ്ടായേക്കും എന്നുള്ളതാണ് വിവരം. മറ്റൊന്ന്, അടുത്ത പെൻഷൻ മെയ് മാസത്തിലാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുക. ക്ഷേമ പെൻഷൻ അടുത്ത 25-ാം തീയതി തിങ്കളാഴ്ചയോടുകൂടി വിതരണം ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഇതിനു വേണ്ടിയിട്ടുള്ള ഉത്തരവ് സർക്കാർ മുൻകൂട്ടി ഇറക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുമ്പ് തന്നെ
മാർച്ച് ഏപ്രിൽ മെയ് മാസത്തെ ഉത്തരവ് ഇറക്കിയിരുന്നു. അതാത് സമയത്ത് അത് വിതരണം ചെയ്യാനാണ് ഉത്തരവ് ഇറക്കിയിരുന്നത്. വിഷു പ്രമാണിച്ച് എന്ന് പറഞ്ഞ് ഇലക്ഷന് മുമ്പ് ഏപ്രിൽ മാസത്തെ പെൻഷൻ ഒരുമിച്ച് മാർച്ച് മാസത്തോടൊപ്പം വിതരണം ചെയ്തിരുന്നു. ബാങ്ക് അക്കൗണ്ടുള്ളവർക്കും നിരവധി മാറ്റങ്ങളോട് കൂടിയിട്ടാണ് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങിയിട്ടുള്ളത്. സ്വർണ്ണ പണയ വായ്പകളിൽ മാറ്റം വന്നിട്ടുണ്ട്, നയങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. RBIയുടെ നയ അവലോകന യോഗത്തിൽ റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താത്തത് കൊണ്ട് തന്നെ പലിശ നിരക്കിൽ വ്യത്യാസം ഉണ്ടാകില്ല. ലോൺ എടുത്തിട്ടുള്ള ആളുകൾ, ഭവന വായ്പകൾ എടുത്തിട്ടുള്ള ആളുകൾക്ക് അതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. ഗ്യാസ് കണക്ഷൻ ഉള്ള ആളുകൾക്ക് ഏപ്രിൽ മാസം മുതലാണ് ഓരോ വർഷത്തെയും സിലിണ്ടറുകൾ എണ്ണിത്തുടങ്ങുന്നത്. മാർച്ച് വരെ എത്ര സിലിണ്ടർ കുറച്ച് വാങ്ങിയാലും ഏപ്രിൽ 1 മുതൽ അടുത്ത മാർച്ച് വരെയാണ് 12 സിലിണ്ടർ ഓരോ ഗാർഹിക ഉപഭോക്താവിനും കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ വാങ്ങുന്ന സിലിണ്ടറുകൾക്ക് എണ്ണമുണ്ടാകും. 25 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ ഒരു ഗ്യാസ് സിലിണ്ടർ എടുത്ത് മറ്റൊരു ഗ്യാസ് സിലിണ്ടറിന് ബുക്ക് ചെയ്യാനുള്ള അവസരം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 12 ഗ്യാസ് സിലിണ്ടർ എന്നുള്ളത് തീർന്നു പോവുകയില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തിന് 12 സിലിണ്ടറുകളാണ് കേരളത്തിൽ ലഭിക്കുന്നത്. 15 എണ്ണം ലഭിക്കണം എങ്കിൽ റേഷൻ കാർഡിന്റെ അംഗബലം കാണിച്ച് അതായത് ഏജൻസികളിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഉള്ള ആളുകൾക്ക് എല്ലാ വർഷവും വാർഷിക മസ്റ്ററിംഗ് ചെയ്യണം. മാർച്ച് 31 മുമ്പ് മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾക്ക് ഏപ്രിൽ മാസം മുതൽ സബ്സിഡി ലഭിക്കുന്നില്ല. അത് പഴയ ആളുകൾക്കാണ്. പുതുതായിട്ട് അപേക്ഷിച്ചിട്ട് ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ കിട്ടിയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോൾ മസ്റ്ററിംഗ് ചെയ്യേണ്ട, പക്ഷെ അടുത്ത മാർച്ചിന് മുമ്പ് ഇത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ അടുത്ത മാർച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരും. ഓരോ സാമ്പത്തിക വർഷത്തിനും ഒരു തവണ മസ്റ്ററിംഗ് ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. വിധവ അവിവാഹിത ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന സ്ത്രീ ഗുണഭോക്താക്കൾക്ക് വിവാഹിതയല്ല അല്ലെങ്കിൽ പുനർവിവാഹിതയല്ല എന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയം ജൂൺ 30 വരെയാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അത് ചെയ്യാം, അത് നൽകാവുന്നതാണ്. അപ്പോൾ ഇനിയും അത് നൽകാത്ത വിധവ പെൻഷൻ വാങ്ങുന്നവരും അവിവാഹിത പെൻഷൻ വാങ്ങുന്നവരും ആ സർട്ടിഫിക്കറ്റ് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. വരുമാന സർട്ടിഫിക്കറ്റ് നൽകാൻ പറഞ്ഞിട്ടുള്ള ആളുകൾ ജൂൺ 30 മുമ്പ് അതും നൽകേണ്ടതുണ്ട്. ഇപ്പോഴെല്ലാം നൽകാവുന്നതാണ്. 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ അനുവദിച്ച് കിട്ടിയിട്ടുള്ളവർ മാത്രമാണ് വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. നേരത്തെ ആവശ്യപ്പെട്ടപ്പോൾ നൽകിയിട്ടുള്ളവർ ഇപ്പോൾ വീണ്ടും നൽകേണ്ടതില്ല. മറ്റൊന്ന്, ഈ മാസം അടുത്ത മാസമൊക്കെ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, വേനൽ കടുകട്ടിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി നിയന്ത്രണമൊക്കെ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാത്രി സാധാരണ പീക്ക് ടൈം എന്നുള്ളത് വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെ ആയിരുന്നു എന്നുള്ളത് ഇപ്പോൾ അത് മാറ്റിക്കൊണ്ട് രാവിലെ വരെ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാത്രികാലങ്ങളിൽ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് കറണ്ട് ചാർജ് കൂടും എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ മാസവും അടുത്ത മാസമൊക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. ജൂൺ പകുതിയോട് കൂടിയിട്ടേ കാലവർഷം ആരംഭിക്കുകയുള്ളൂ എന്നാണ് വിവരം. രാത്രികാലങ്ങളിൽ പീക്ക് ടൈമുകളിൽ 3-ലധികം തവണയെങ്കിലും വൈദ്യുതി നിയന്ത്രണത്തിന്റെ ഭാഗമായി ഓഫാക്കുന്നതാണ്. 20 മുതൽ മണിക്കൂറുകൾ വരെ വൈദ്യുതി കട്ടാകുന്ന സാഹചര്യവും സംസ്ഥാനത്ത് നിലവിലുണ്ട്. അടുത്ത മാസം, അതായത് വലിയൊരു മഴ കിട്ടുന്നത് വരെ ഇത് തുടരുക തന്നെ ചെയ്യും. മറ്റൊന്ന്, ഇഴജന്തുക്കളുടെ ശല്യം ഉള്ളതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കണം എന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും വനവകുപ്പും എല്ലാം അറിയിച്ചിട്ടുണ്ട്. പാമ്പുകടി ഏൽക്കുകയാണ് എങ്കിൽ 108 ആംബുലൻസിനെ വിളിക്കാവുന്നതാണ്. പ്രാഥമിക ശുശ്രൂഷ ആംബുലൻസുകളിൽ നിന്നും ലഭിക്കുന്നതാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ